ആർക്കും എന്തും എങ്ങനെയും പറയാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് സംശയം തോന്നാവുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ പലപ്പോഴും നടക്കാറുള്ളത്. അധികാരത്തിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ പല രീതിയിലാണ് ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടേതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് തൊട്ടതും പിടിച്ചതും ഒക്കെ വർഗീയത വളർത്തുന്ന കാരണങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിലേക്കാണ് വളരെ കാര്യഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം കൂടി ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ ഒരു ഹൈക്കോടതി ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശമാണ് വളരെ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ. ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗോരിപാലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ, അത് മുസ്ലിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു പ്രദേശത്തെ പാകിസ്ഥാനോട് ഉപമിക്കുന്ന ഒരു രീതിയാണ് കോടതി മുറിയിൽ വെച്ച് പ്രമുഖ ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നടപടി ഈ ഹൈക്കോടതി ജഡ്ജിയെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഉണ്ടാകുന്നത്. വളരെ നല്ലൊരു കാര്യമാണത്. അതുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏതൊരു ജസ്റ്റിസ് ആണെങ്കിലും അവർ പറയേണ്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിനാണ് സുപ്രീം കോടതി ഇപ്പോൾ അടിവരയിടുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് മുദ്ര കുത്താനോ ചാപ്പ കുത്താനോ ഒന്നും സാധിക്കുകയില്ല എന്നും അത്തരത്തിൽ സംസാരിക്കരുത് എന്നുമാണ് ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ഇന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് ഖന്ന, BR ഗവായ്, സൂര്യകാന്ത്, ഋഷികേശ് റോയ് എന്നിവർ അടങ്ങിയിട്ടുള്ള ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഒരു പ്രദേശത്തെയും അവിടെ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്, അതൊരു പാകിസ്ഥാനാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കരുതെന്നാണ് അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള അന്തസത്ത. ഈ വിവാദപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള ജസ്റ്റിസിന് എതിരെ സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ കേസെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായതുമാണ്. പക്ഷേ ഈ ഒരു വലിയ വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയതിനെ തുടർന്ന് ഈ കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള വേദവ്യാസച്ചർ ശ്രീനന്ദ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് ഈ നടപടികളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ ദുർബല എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബോർഡ് അല്ലെങ്കിൽ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഇതേപോലെയുള്ള മുൻവിധികൾ പരിഗണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജഡ്ജിമാർ ഒഴിവാക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കർണാടക ജസ്റ്റിസിന്റെ വിവാദപരമായിട്ടുള്ള പരാമർശം ഇങ്ങനെയായിരുന്നു: മൈസൂർ മേൽപ്പാലത്തിലൂടെ പോയാൽ ഒരു ഓട്ടോറിക്ഷയിൽ 10 പേരെ കാണാം. അതിന്റെ വലത് വശത്തുള്ള പ്രദേശം ഇന്ത്യ അല്ല, പാകിസ്ഥാനിലെ ഗോരിപാലിയാണ്. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിയമം ബാധകമല്ല. എത്ര കർശനമായി നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരനായാലും അവിടെ എത്തിയാൽ അവിടെയുള്ള ആളുകൾ അയാളെ ഉപദ്രവിക്കും എന്നാണ് ഇദ്ദേഹം പരാമർശം നടത്തിയത്. ഇത് മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശം ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന് വിനയായി മാറുകയും ചെയ്തത്. ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രശ്നത്തെ തുടർന്ന് വളരെ വലിയ ഒരു അറ്റൻഷൻ ഈ വിഷയത്തിന് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് കർണാടക ഹൈക്കോടതിയിലെ രജിസ്ട്രാർസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തത്. ഈ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കർണാടക ഹൈക്കോടതിയുടെ നടപടി തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നത് നിർത്തിവെക്കണം എന്നൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഈ കോടതിയിലെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഒരു തത്സമയ സംരക്ഷണം നിർത്തണമെന്ന ആവശ്യം അഭിഭാഷകരും ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ എന്നാൽ ഈ ആവശ്യത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യം നിർത്തിവെക്കണമെന്നൊരു ആവശ്യത്തിന് സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു കാരണമായിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വാതിലുകൾ അടയ്ക്കുക എന്ന് പറയുന്നത് പ്രശ്നത്തിനൊരു പരിഹാരം അല്ല എന്നാണ്. അങ്ങനെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനതയ്ക്ക് എതിരെയുള്ള സംസാരങ്ങൾ ഇന്നും ഇന്നലെയൊന്നും അല്ല പ്രമുഖരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ മോശം തീരുമാനങ്ങളോ കമന്റുകളോ ഒക്കെ പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും.